ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ കുറിച്ചാണ്. RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ്. ഇവിടെ എയിം തന്നിരിക്കുന്നത് to set up RS flip-flop and clocked RS flip-flop and verify their truth table using NAND gate and NOR gate. യൂണിവേഴ്സൽ ഗേറ്റുകൾ ആയ നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് എന്നിവ ഉപയോഗിച്ചിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യുക, അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് എയിം. അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ കമ്പോണൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ്: IC 7400, അതായത് നാൻഡ് ഗേറ്റിൻ്റെ IC ആണ് 7400. അടുത്ത് IC 7402, നോർ ഗേറ്റിൻ്റെ IC ആണ് 7402. ട്രെയിനർ കിറ്റ് ആൻഡ് കണക്റ്റിംഗ് വയേഴ്സ്. ഇത്രയും കമ്പോണൻസും എക്യുപ്മെൻറ്റ്സും ആണ് ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ ഐറ്റംസ്. ഇനി ഇതിൻ്റെ തിയറി പാർട്ട് വരുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എ ബൈസ്റ്റേബിൾ സ്റ്റോറേജ് ഡിവൈസ്. രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റുള്ള അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുള്ള സ്റ്റോറേജ് ഡിവൈസാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 ഉം 1 ഉം, അതാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മെമ്മറി എലമെൻ്റ് ആണ്. ഒരു ബിറ്റ് ഡാറ്റയാണ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. അപ്പോൾ ഇതൊരു മെമ്മറിയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈ കപ്പാസിറ്റി ഉള്ള മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഒരു മെമ്മറിയുടെ ബേസിക്കാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. 1 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അതിൽ 1 ബിറ്റ് ഡാറ്റ അതിനു വേണ്ടിയിട്ട് 1 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബേസിക് ഡിവൈസാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടേഴ്സ്, അത് പലതരം കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, ജോൺസൺ കൗണ്ടർ, റിംഗ് കൗണ്ടർ. അതുപോലെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, പാരലൽ ഇൻ പാരലൽ ഔട്ട്, സീരിയൽ ഇൻ സീരിയൽ ഔട്ട് തുടങ്ങിയ പലതരം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവശ്യമാണ്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള സർക്യൂട്ടുകൾ നാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു മെമ്മറിയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്, 1 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു മെമ്മറി സ്പേസാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി എയിമിൽ തന്നിരിക്കുന്നത് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അത് നാൻഡ് ഉപയോഗിച്ച് നോർ ഉപയോഗിച്ചും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 2 ഗേറ്റുകളാണ് ആവശ്യം, 2 നാൻഡ് ഗേറ്റുകൾ.
അത് G1 G2 എന്ന് പേര് കൊടുത്തു എന്നുള്ളൂ. 2 നാൻഡ് ഗേറ്റുകൾ. അപ്പോൾ ഒരു നാൻഡിൻ്റെ ICയിൽ തന്നെ 4 ഗേറ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നാൻഡ് ഗേറ്റിൻ്റെ 7400 എന്നുള്ള IC മതി. അതിൽ തന്നെ 4 ഗേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് 2 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 2 നാൻഡ് ഗേറ്റുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ ഫസ്റ്റ് ഗേറ്റിൻ്റെ G1ൻ്റെ ഔട്ട്പുട്ട് G2ൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തിരിച്ചും G2ൻ്റെ ഇൻപുട്ട് G2ൻ്റെ ഔട്ട്പുട്ട് G1ൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. 2 ഇൻപുട്ടുകൾ SR സെറ്റ് റീസെറ്റ് എന്ന പേരിൽ 2 സ്വിച്ചുകൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. 2 ക്രോസ് കപ്പിൾഡ് ആയിട്ടുള്ള നാൻഡ് ഗേറ്റുകൾ അതിൻ്റെ ഫീഡ്ബാക്ക് അത് ഉൾക്കൊള്ളുന്ന ഒരു ലാച്ചായിട്ടാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോർ ഗേറ്റ് ആണ്. അപ്പോൾ നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ 7402 അതാണ് നോർ ഗേറ്റിൻ്റെ IC. ഇവിടെയും 2 നോർ ഗേറ്റുകളാണ്. G1 G2 എന്ന പേരുള്ള 2 നോർ ഗേറ്റുകൾ. സ്വാഭാവികമായിട്ടും ഒരൊറ്റ IC മതി. ഒരൊറ്റ ICയിലെ 2 ഗേറ്റുകൾ ഉപയോഗിക്കുന്നു. ഇവിടെയും G1ൻ്റെ ഔട്ട്പുട്ട് G2ൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ G2ൻ്റെ ഔട്ട്പുട്ട് G1ൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെയും 2 ഇൻപുട്ടുകളായിട്ട് കൊടുത്തിരിക്കുന്നത് സെറ്റ് റീസെറ്റ് എന്നീ 2 സ്വിച്ചുകളാണ്. ക്രോസ് കപ്പിൾഡ് ആയിട്ടുള്ള അതുപോലെ അതിൻ്റെ ഫീഡ്ബാക്കും ഒരു ലാച്ച് രൂപത്തിൽ ഫോം ചെയ്തിരിക്കുകയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സർക്യൂട്ടുകളൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. യൂസിങ് നാൻഡ് ഗേറ്റ് ആണ്. ഇതുപോലെ നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് ഒന്നാണ് കാണിച്ചിട്ടുള്ളൂ. നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് തുടർച്ചയായ അല്ലെങ്കിൽ ഓരോ ഇൻ്റർവെല്ലിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിഗ്നലിനെയാണ് അല്ലെങ്കിൽ പൾസിനെയാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഒരു ക്ലോക്ക് പൾസ് ഉണ്ടാവും. ഈ ക്ലോക്ക് പൾസാണ് ഈ സർക്യൂട്ടിൻ്റെ കൺട്രോളിങ് എലമെൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അഥവാ ക്ലോക്ക് പൾസ് കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ നാം സപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും അതിലേക്ക് ക്ലോക്ക് കിട്ടാത്ത കാലത്തോളം ഇത് വർക്ക് ചെയ്യില്ല. പകരം ക്ലോക്ക് എപ്പോഴാണോ അതിലേക്ക് എത്തുന്നത് ആ സമയത്ത് മാത്രമേ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ ടൈമിലും ക്ലോക്ക് എനേബിൾ ആയിരിക്കണം. ക്ലോക്ക് ഡിസേബിൾ ആയിരിക്കുന്ന സമയത്ത് ഈ സർക്യൂട്ട് വർക്കിംഗ് മോഡിൽ ആയിരിക്കില്ല. അപ്പോൾ അതാണ് ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. ബാക്കി അതിൻ്റെ വർക്കിംഗൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെയിമാണ്. ഇവിടെ പ്രൊസീജിയർ എല്ലാ കമ്പോണൻസും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ IC ട്രെയിനർ കിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് IC ടെസ്റ്റർ ഉണ്ടാവും. അത് ഉപയോഗിച്ച് ഓരോ ICകളും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അത് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ടാവും. അത് ചുവടെ പറയുന്നുണ്ട്. ആ സർക്യൂട്ട് ഡയഗ്രം പ്രകാരം നമ്മുടെ ഡിവൈസിലേക്ക് ട്രെയിനർ കിറ്റിലേക്ക് കണക്ഷൻസൊക്കെ എന്ത് ചെയ്യുക, കണക്ഷൻസ് പൂർത്തിയാക്കുക. ശേഷം ഇൻപുട്ടുകൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ ട്രൂത്ത് ടേബിൾ അനുസരിച്ചുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയാണ് പ്രൊസീജിയർ ഭാഗത്ത് വരാനുള്ളത്. ഇതാണ് ഓരോന്നിൻ്റെയും സർക്യൂട്ട്. ആദ്യത്തത് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ്.
നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. മുമ്പ് തിയറിയിൽ പറഞ്ഞ പ്രകാരം ഒരു ലാച്ച് രൂപത്തിലാണ് ആദ്യത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്കായി കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ലാച്ച് രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയും രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ട് ആദ്യത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക്, രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആദ്യത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കും കൊടുത്തിരിക്കുന്നു. ആ രൂപത്തിലാണ് കണക്ഷൻ ഉള്ളത്. ഇവിടെയും അപ്രകാരം തന്നെയാണ്. ഇവിടെ ഒരു ക്ലോക്ക് സിഗ്നൽ വരുന്നുണ്ട്. ഈ ക്ലോക്ക് എനാബിൾ ആകുമ്പോൾ മാത്രമേ സർക്യൂട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ട്രൂത്ത് ടേബിളിലെ ഓരോ കണ്ടീഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ 7400 ആണ്. അതിൻ്റെ രണ്ട് ഗേറ്റുകൾ എടുത്തിരിക്കുന്നു. ഒരു സിംഗിൾ ICയിൽ തന്നെ 2 ഗേറ്റുകൾ ഉണ്ടാവും. അതിൻ്റെ ആദ്യത്തെ ഇൻപുട്ട് R എന്നുള്ള ഇൻപുട്ട് പിൻ നമ്പർ 1ലേക്ക്, S എന്നുള്ള ഇൻപുട്ട് രണ്ടാമത്തെ ഗേറ്റിൻ്റെ പിൻ നമ്പർ 5ലേക്ക്. ഇനി 2 ഗേറ്റുകളിലും ഓരോ ഇൻപുട്ട് ഇനി ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ കണക്ഷൻ കൊടുക്കേണ്ടത് ആദ്യത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ആദ്യത്തെ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഈ ഒരു ലാച്ച് രൂപത്തിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ പിൻ നമ്പർ 3ൽ Q എന്ന ഔട്ട്പുട്ടും 6ൽ Q' എന്ന ഔട്ട്പുട്ടാണ് ലഭിക്കേണ്ടത്. Qയിൽ എന്താണോ ലഭിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം നിർബന്ധമായിട്ടും Q' ലഭിക്കേണ്ടത്. ഇതാണ് സർക്യൂട്ട്. ഇവിടെ ആദ്യം 0 എന്നുള്ള കണ്ടീഷനാണ്. 2 ഇൻപുട്ടും 0 ആണ്. Rഉം Sഉം Rഉം 0 ആണ്. അങ്ങനത്തെ കണ്ടീഷൻ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അതിന് ഫോർബിഡൻ കണ്ടീഷൻ എന്നാണ് പറയുക. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഇൻവാലിഡ് ആണ്. അത് സാധ്യമല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വർക്കാവില്ല. നാൻഡ് ഉപയോഗിച്ചുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അതിന് ഫോർബിഡൻ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ 0-1 ആണ്. 0-1 ആവുമ്പോൾ സ്വാഭാവികമായിട്ടും Qയിൽ 1ഉം Qൻ്റെ ഓപ്പോസിറ്റായിട്ട് Q' 0 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ആദ്യത്തെ സ്റ്റേറ്റ് 0-0 ഫോർബിഡൻ ആണ്. 0-1 ആവുമ്പോൾ Qയിൽ 1 വരുന്നുണ്ട്. ആ സമയം Q' അതിന് ഓപ്പോസിറ്റായിട്ട് 0 ആയിരിക്കും. ഇനി അത് നേരെ തിരിച്ചാവുമ്പോൾ S1 R0 വരുമ്പോൾ Qയിൽ 0 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് Q' 1 വരും. 1-1 എന്ന കണ്ടീഷൻ വരുമ്പോൾ നോ ചേഞ്ച് അല്ലെങ്കിൽ ഹോൾഡ് സ്റ്റേറ്റ് എന്ന് പറയും. എന്താണോ അതിന് മുമ്പുണ്ടായിരുന്ന കണ്ടീഷൻ ആ കണ്ടീഷനിൽ തന്നെ തുടരുന്നു, ചേഞ്ച് ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ ഹോൾഡായി നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇത് നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ തുടക്കത്തിൽ 0-0 എന്നുള്ളത് ഫോർബിഡൻ ആയതുകൊണ്ട് തന്നെ കണ്ടീഷൻ എടുക്കുന്നില്ല. പകരം 0-1 ആക്കി എടുക്കുന്നു. 0-1 ആക്കുമ്പോൾ ഇതിൽ നോക്കേണ്ടത് നാൻഡ് ഗേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാൻഡ് ഗേറ്റിൽ ഇവിടെ
ഒരു ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ട്, ഒന്ന് ലഭിക്കാനുണ്ട്. ഇവിടെയും ഒരു ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ട്, ഒന്ന് ലഭിക്കാനുണ്ട്. 0ൻ്റെ കൂടെ എന്ത് വന്നു കഴിഞ്ഞാലും നാൻഡ് ഗേറ്റ് ആയതുകൊണ്ട് ഇവിടെ 1 തന്നെയാണ്. 0 ഇനി ഇവിടെ ലഭിക്കാനുള്ളത് 0 ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ 1 ആയിക്കഴിഞ്ഞാലും ഇവിടുത്തെ ഔട്ട്പുട്ട് 1 തന്നെയാണ്. അതേസമയം താഴെ ഇവിടെ ലഭിക്കാനുള്ളത് 1 0 ആയിക്കഴിഞ്ഞാൽ 1ഉം 1 1 ആയിക്കഴിഞ്ഞാൽ അത് 0യുമാണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാത്തത് ആദ്യത്തെ കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ 0 1ൻ്റെ കൂടെ ഇവിടെ എന്തായാലും ഇവിടെ എന്ത് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഇവിടെ 1 ആണ് വരിക. അതുകൊണ്ട് ഇത് 1 ആയതുകൊണ്ട് ഇത് 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ 0 1ൽ Q എന്നുള്ളത് 1 ആയി ലഭിക്കുന്നു. Q' 0 ആണ്. ഇവിടെ 0 1 ഇവിടെ 1 നമ്മൾ എങ്ങനെ എന്തിൽ വന്നാലും 1 ആയതുകൊണ്ട് 1 കൊടുത്തു. ഇവിടെ 0 ലഭിച്ചു. ഈ 1 ആണ് ഇവിടെ ലഭിക്കുന്നത്, ഈ 0 ആണ് ലഭിക്കുന്നത്. അപ്പോൾ 0 0ൽ 1ഉം 1 1ൽ 0 ലഭിച്ചു. ഇനി അടുത്ത കണ്ടീഷൻ അത് 1 0 ആക്കാണ്. 1 0 എന്നുള്ളത് ഇവിടെ 1 ആണ്, ഇവിടെ 1 ഇവിടെ 0 ആവുമ്പോൾ നിലവിലുള്ളത് ഇവിടെ 1ഉം 0 ആണല്ലോ. അപ്പോൾ ഈ 1 ഇവിടേക്കും ഈ 0 ഇതുവഴി ഇവിടേക്കും ലഭിക്കുന്നു. അപ്പോൾ 1 0 എന്നുള്ളത് നാൻഡ് ഗേറ്റിനെ സംബന്ധിച്ച് ഇവിടെ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഗേറ്റുകളുണ്ട്, ഒരേ ICയിലെ 2 ഗേറ്റുകൾ. ഇവിടെ പിൻ നമ്പർ ശ്രദ്ധിക്കണം. പിൻ നമ്പർ ഔട്ട്പുട്ട് 1ഉം ഇൻപുട്ടാണ് 2ഉം 3ഉം. അതുപോലെ ഔട്ട്പുട്ട് 4 5 6 ആണ് ഇൻപുട്ട്. ഇതിൽ 0 1 കൊടുക്കുമ്പോൾ നോർ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ 0ൻ്റെ കൂടെ വേറെ ഏതൊന്നും 0 0 1 ആണ്. ഇനി ഇവിടെ 0 1 ആണെങ്കിൽ അത് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് താഴെ നോക്കുക. ഇവിടെ ഓൾറെഡി 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0 അല്ലെങ്കിൽ 1 വരാം. അത് വരുമ്പോൾ 1 0 ആയിക്കഴിഞ്ഞാലും 1 1 ആയിക്കഴിഞ്ഞാലും ഇവിടെ 0 തന്നെയാണ്, ചേഞ്ച് ആവില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ 0 1ൽ ഇവിടെ 0 ഇവിടെ 1 എന്ന കണ്ടീഷൻ വരുമ്പോൾ ഇവിടെയും ഈ ഔട്ട്പുട്ട് ഇവിടെയും ആ രൂപത്തിൽ നമ്മൾ എടുക്കുന്നു. കാരണം നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചപ്പോൾ 0 1ൽ 0 എന്നുള്ള ഇൻപുട്ട് മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ 1ൻ്റെ അവിടെയാണ് ചേഞ്ച് ചെയ്യാതിരിക്കുന്നത്. 1ൻ്റെ കൂടെ എന്ത് വന്നു കഴിഞ്ഞാലും അവിടെ 0 തന്നെയാണ്. ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവസാനം 1 1 എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അത് ഫോർബിഡനായിട്ട് നമ്മൾ ഈ കണ്ടീഷനിൽ എടുക്കാൻ പറ്റില്ല. അതിന് പകരം 0 0 ആണ് ഇവിടെ നോ ചേഞ്ച് അല്ലെങ്കിൽ ഹോൾഡ് സ്റ്റേറ്റ് എന്നുള്ള കണ്ടീഷനിൽ വരുന്നത്. ഇനി ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇവിടെ ക്ലോക്ക് എന്നുള്ളൊരു സിഗ്നലുണ്ട്.
ക്ലോക്ക് എനാബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ ക്ലോക്ക് 1 ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. ക്ലോക്ക് 0 ആണെങ്കിൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുകയില്ല. ക്ലോക്ക് ഓഫാക്കിയിടുന്ന കാലത്തോളം, ക്ലോക്ക് എന്നുള്ളത് ഒരു ഇൻപുട്ട് ആവാം, അല്ലെങ്കിൽ ഒരു പൾസ് ആവാം, ഇൻപുട്ട് സ്വിച്ച് ആവാം, അല്ലെങ്കിൽ പൾസ് ആവാം. അതിലേക്ക് സപ്ലൈ വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഡെഡായിട്ട്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള സർക്യൂട്ട് അത് വർക്കിംഗ് മോഡിലല്ല എന്ന് പറയേണ്ടി വരും.